ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഈവനിങ് തൊട്ട് നാളെ ഈവനിങ് വരെയുള്ള ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എടുത്തു വരുമ്പം എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. വിചാരിക്കും വ്ളോഗ് ആയിരിക്കും, പക്ഷെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇപ്പം ഞങ്ങൾ എവിടെയോ പോകുകയാണ്. എവിടെ പോടാ? ഡാൻസ് ക്ലാസ്. സോ ഞങ്ങളിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകാൻ പോവാണ് കേട്ടോ. അതിന് മോള് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പം ഇപ്പം സമയം 5:15. സോ അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ്. കുറേ ആയില്ല ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. മോൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. അതല്ലാതെ 3 ദിവസം ടേക്വോണ്ടോ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ സ്കൂളിൽ നിന്ന് വന്നാലും കുറച്ച് സമയം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അവളുടെ ഡാൻസ് ക്ലാസ് അത്ര വലിയ ദൂരത്തൊന്നും അല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നാലും ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ ഇരിക്കും കുറച്ച് സമയം. 1 മണിക്കൂറുണ്ട് ഡാൻസ് ക്ലാസ്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഒന്നെങ്കിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഈ സമയത്തൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലഞ്ച് ബോക്സ് വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇവിടെ വെച്ചാണ്. 1 മണിക്കൂർ കൊണ്ട് 1-2 വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കും. അപ്പോഴേക്കും 1 മണിക്കൂർ കഴിയും. ഇപ്പം മോള് ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. അവൾ ഡാൻസ് ആവട്ടെ അല്ലെങ്കിൽ ടേക്വോണ്ടോ ക്ലാസ് ആവട്ടെ, അവൾ പോകുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. പോയി വന്നാലും ഭയങ്കര സന്തോഷത്തിൽ അവൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഡാൻസ് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ജിജുവേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയമായി. ചില ദിവസങ്ങളിൽ ടൈമൊക്കെ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ചായ കുടിക്കാൻ പോകാറുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് പോകുന്ന സ്പോട്ട് തന്നെ KL 58 കഫേയിലാണ് പോകാറ്. അപ്പോൾ ടൈമൊക്കെ നോക്കിയിട്ട് ജിജുവേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയവും നമ്മുടെ ഡാൻസ് ക്ലാസ് കഴിയുന്ന സമയമൊക്കെ മാച്ച് ആവുകയാണെങ്കിൽ മാത്രം ചായ കുടിക്കാൻ പോകാറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അച്ഛനും മോളും തമ്മിൽ ക്ലാഷ് ആവുന്നത് ഏത് സ്നാക്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ മോൾ എന്തോ ഒരു സ്നാക്ക് ചോദിച്ചു, അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. So tomorrow I'll upload this video, okay? ഇതാണ് കുക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഹാൻ. നിങ്ങളിതിനു മുമ്പ് വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. കുറച്ച് വ്ളോഗ്സിലും ഷോർട്ട് വീഡിയോസിലൊക്കെ അവൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നതാണ് അവിടം വരെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഇനിയുള്ളതെന്ന് വെച്ചാൽ മോൾക്ക് ഇപ്പം പീരിയോഡിക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മന്ത്ലി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവളെ ഇരുത്തി പഠിപ്പിക്കണം കേട്ടോ. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് എടുത്താൽ മതി, ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എഴുതി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതുകൊണ്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞതും നേരെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ബിക്കോസ് ഓൾറെഡി 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾക്ക് ഡിന്നർ കൊടുക്കണം. പിന്നെ പോരത്തിന് അവളുടെ ഫ്രണ്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അവളെ അങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ പോയി. വിഹാൻ വന്നിട്ടുണ്ടായിരുന്നു, അവനോട് കളിക്കാൻ പോയി. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സോഫയിൽ കിടന്നതാണ് കേട്ടോ. ഒരു റീലൊന്ന് സ്ക്രോൾ ചെയ്തു, പിന്നെ അങ്ങോട്ട് സ്ക്രോളിംഗ് ആയിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ വിശക്കുന്നു പറഞ്ഞു. അങ്ങനെ 2 പേർക്കും ഫുഡ് കൊടുത്തു. ഞാനൊന്ന് ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോളുടെ ഫേവറേറ്റ് ആണ്. പക്ഷെ വിഹാൻ അത് ഇഷ്ടമായോ ഇല്ലയെന്ന് ചോദിച്ചു നോക്കി. You liked it? Mommy, super tasty. Super tasty. Subscribe to Nisha Jiju. Super tasty. Thank you. Thank you. അങ്ങനെ കുട്ടികളൊക്കെ ഡിന്നർ കഴിച്ചു. അതേപോലെ ജിജുവേട്ടനും കഴിച്ചു. ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേന് ഡിന്നർ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ ഇതാര് ക്ലീൻ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ ജിജുവേട്ടനോട് ചോദിച്ചു ഒന്ന് ഇച്ചിരി പാത്രം കഴുകി തരാമെന്ന്. അങ്ങനെ കുറച്ച് പാത്രം ജിജുവേട്ടൻ കഴുകി തന്നു, ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സമൻവിക്കുട്ടി വന്നു. വിഹാൻ്റെ സിസ്റ്ററാണിത്. സമൻവിക്കുട്ടിക്ക് ആകെ 2 വയസ്സേ ഉള്ളൂ. ആളുടെ ഡാൻസ് കണ്ടില്ലേ. അവൾ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. Guru Sakshat Parabrahma Tasmai Shri Gurave Namaha Hit Hatha Kathe Cham cham bhai banave cham 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 cham
അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചധികം സമയം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മണി വരെയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി. പിന്നെയാണ് ഞാൻ എൻ്റെ കിച്ചൻ്റെ കാര്യം ഓർത്തത്. എന്നാൽ പെട്ടെന്ന് അങ്ങ് കിച്ചൺ ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ കിച്ചൺ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ സിങ്കിൽ ഇങ്ങനെ കിടക്കുന്നതോ അല്ലെങ്കിൽ കഴുകാതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്തോ മൂഡ് ഓഫ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി സമയം ഇല്ലെങ്കിൽ കൂടി പറ്റുന്നത്രയും ഞാൻ ക്ലീൻ ചെയ്തിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. അത്രയ്ക്കും തീരെ വയ്യ, പനിയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ കിച്ചൺ ഒന്നും ചെയ്യാതെ വിടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ചിട്ടേ കിടക്കാറുള്ളൂ. അവിടെയൊക്കെ മൊത്തം അടിച്ചു വാരി കിടക്കാറുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. സോ അപ്പോൾ എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. കിച്ചണെല്ലാം ക്ലീനായി. അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. ഇപ്പോൾ ഒന്ന് കാണിച്ചാൽ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ആ സന്തോഷം കാണാൻ പറ്റും. അത്രയ്ക്കും തെളിച്ചുണ്ട് ആ കിച്ചൺ ഇങ്ങനെ കണ്ടപ്പോഴത്തേന്. അറ്റ്ലീസ്റ്റ് പാത്രം എല്ലാം കഴുകി ഇങ്ങനെ തുടച്ച് വൃത്തിയായി കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. ഇനി ഒന്നുമില്ല, ലൈറ്റ് ഓഫ് ചെയ്യുക, നേരെ പോയി കിടക്കുക. പക്ഷെ അതിന് മുന്നേ കുളിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ജിജുവേട്ടനെ നോക്കാൻ പോയതാണ് കേട്ടോ. അവർ ഉറങ്ങിയോ ഇല്ലെന്ന് നോക്കാൻ പോയപ്പോൾ ഉണ്ട് രണ്ടാളും ഉറങ്ങിയിട്ടൊന്നുമില്ല. അവിടെ ഭയങ്കര കഥപറച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനും അവരുടെ കൂട്ടത്തിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞും നിന്റെ പാട്ട് കേട്ട് മടിത്തൊട്ടിൽ ചൂടറിയും ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരി തെളിച്ചു. നീരാടാൻ പോകണ്ടേ, നീലാഞ്ജനമെഴുതണ്ടേ, താലിപ്പൂ അണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേളിക്കാറ്റേ, 1000 രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻചൂറും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ലഞ്ച് വേണ്ട കേട്ടോ. കാരണം ജിജുവേട്ടൻ ഇന്ന് പുറത്തു നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലഞ്ചൊന്നും കൊടുത്തു വേണ്ട. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അതാകുമ്പോൾ മോളും കഴിക്കും, മോളുടെ ഫേവറേറ്റ് കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ലേറ്റായി പോയതിനേക്കാൾ ഈ അധികം സംസാരിക്കാൻ സമയമില്ല. നമുക്കെന്തായാലും ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. കറി ഉണ്ടാക്കി തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാൽ മതി കേട്ടോ. ലഞ്ചൊന്നും ഇന്ന് വേണ്ട. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയൊക്കെ തലേദിവസം ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ അരിഞ്ഞ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് കറി തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇന്നലെ അതൊന്നും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ വിഹാനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ കളിച്ച് സമയം അങ്ങ് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്നും അരിഞ്ഞ് വെക്കാനും പറ്റിയില്ല, ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ശരി, അപ്പം കുറച്ച് നേരത്തെ എഴുന്നേക്കണം എന്ന് വിചാരിച്ച് അലാമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. എന്നാൽ അതും പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ തലേദിവസം ഞാൻ ഇഡ്ഡലിയും ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ചട്നി വീണ്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ശരി, എന്നാൽ പിന്നെ ദോശയും മസാലക്കറി ആക്കാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ റെസിപ്പി. എന്നാലും വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ രാവിലെ കിച്ചൻ്റെ പണികളൊക്കെ ചെയ്യുമ്പം ജിജുവേട്ടൻ മോളെ റെഡിയാക്കി എടുക്കും. മോളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളൂ, എന്നാലും പുറകിൽ നിന്നൊന്ന് ചെറുതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. അത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ ഒരു ക്ഷീണമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുറകെ നടക്കേണ്ടി വരും. അത് ജിജുവേട്ടൻ ചെയ്തോളൂ കേട്ടോ. എനിക്ക് കിച്ചണിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പം മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉള്ളി തക്കാളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അതായത് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് 3-4 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു, ചൂടുവെള്ളം. ഞാനിപ്പം ചൂടുവെള്ളത്തിൽ കുറച്ച് ചിയാ സീഡ്സ് ഇട്ടിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ സാധാരണ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ജിജുവേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ജിജുവേട്ടൻ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോളുടെ. സമയം ഏകദേശം 6:45 ആയിട്ടോ. 7:10 ഒക്കെ ആകുമ്പോഴത്തേക്കും ജിജുവേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ 6:45 ആയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ടി വരും. ലഞ്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കിടക്കാറുള്ളൂ, എന്നാലും കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് എഴുന്നേറ്റത്. ഞാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ വെന്തു. 4-5 വിസിലടിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് വന്നു. അതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നീട് കടുകിട്ട് പൊട്ടിച്ച് താളിച്ചൊഴിക്കുകയാണ്. കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കരിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കറി റെഡി. ഏകദേശം മസാല ദോശയ്ക്കകത്ത് വെക്കുന്ന ആ ഒരു സ്റ്റഫിങ് പോലൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ജിജുവേട്ടനുള്ള ബോക്സ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദോശയും മസാലക്കറിയും. ഇനി വേണ്ടത് മോളെ റെഡിയാക്കി എടുക്കണം. പിന്നെ മോക്ക് കഴിക്കാൻ കൊടുക്കണം. ഇന്ന് മോക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നതും ഇത് തന്നെയാണ്. കാരണം അവളുടെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ. ഈ കറി ഉണ്ടെങ്കിൽ അവൾ 2-3 നേരം ഇത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ ജിജുവേട്ടനുള്ളത് പാക്ക് ചെയ്ത് ജിജുവേട്ടനെ പറഞ്ഞു വിട്ടു. ഇനി മോക്കുള്ളത് ലഞ്ച് ബോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇടയിട്ട് മോളുടെ ലഞ്ച് ബോക്സ് പാക്കിംഗ് ഒന്നും കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ തീരെ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒരാൾ 7:15 മാക്സിമം 7:15 ആകുമ്പോൾ പോവും. പിന്നെ മോളെ 7:45 ഒക്കെ ആകുമ്പോഴത്തേനും പറഞ്ഞു വിടുകയും വേണം. നല്ല ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി റെഡി ആയിട്ട് നമുക്ക് കാണാം. നല്ല ലേറ്റായി. 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ റെഡി ആവണം, മോള് റെഡി ആക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. മോളെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഓട്ടോയിലാണ് കേട്ടോ. വണ്ടി ഞാൻ അങ്ങനെ സ്കൂളിലേക്ക് അധികം എടുക്കാറില്ല. വല്ലപ്പോഴും വളരെ റെയറായിട്ട് ഞാൻ വണ്ടി എടുക്കാറുള്ളൂ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ദിവസവും ഓട്ടോ, ബസ്സൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് ആ ഒരു സമയത്തും ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എൻ്റെ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ അവളെ ഓട്ടോയിൽ കൊണ്ടാക്കും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ ബസ്സിൽ വരും. ഉച്ചയ്ക്ക് അവളെ കൊണ്ടുവരാൻ പോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും ബസ്സിൽ തന്നെ ആയിരിക്കും. അന്നേരം സമയമുണ്ടല്ലോ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാവിലത്തെ ആ ഒരു തിരക്കിനിടയിൽ അത്രയും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നും ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവിടാറ്. അങ്ങനെ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകാറുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പാർക്കും ലേക്കൊക്കെ ഉണ്ട്. അവിടെ നടക്കാൻ പോകാറുണ്ട്. ഞാനും കാവ്യ ഒരുമിച്ചാണ് പോകുന്നത്. ദിവസം പോകാറുണ്ട്. ചില ദിവസങ്ങളിൽ പറ്റാറില്ല. അതായത് ചിലപ്പോൾ വയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ പീരിയഡ്സ് ഒക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്നാലും പരമാവധി നമ്മൾ പോകാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടല്ലോ, രാവിലത്തെ ആ ഒരു 1-1.5 hour ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രീഷ്യസ് ആണ്. ഞങ്ങൾക്ക് 2 പേർക്കും അത് തന്നെയാണ്. നല്ല മനസ്സമാധാനം കിട്ടുന്നൊരു സമയമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ മാത്രമല്ല, ഈ ലേക്കും പിന്നെ ഇവിടുത്തെ ഒരു പച്ചപ്പും മരുതാപും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പം കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. നേരിട്ട് വന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കും ലേക്കാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരുപാട് വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ പോകുന്നത് ഇദ്ദേഹത്തിനെ കാണാനാണ്. ഇവൻ്റെ പേരാണ് അപ്പു. അവന് അപ്പു എന്ന് പേര് വെച്ചത് ഞാനാണ്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പണ്ടൊരു ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. ഇവനെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു കാണാൻ. അവൻ്റെ പേര് അപ്പു എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഓർമ്മയിൽ ഇവനെ കണ്ടപ്പോൾ ആദ്യം ഞാൻ വിളിച്ചത് അപ്പു എന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പാർക്കിൽ പോയ കാലം തൊട്ട് ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം വരും. പക്ഷെ നമ്മുടെ വീട് വരെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ. പകുതി വഴി വരെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വാക്ക് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങളാണ്. ഒന്നുമല്ല, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്നാൽ അങ്ങനെ വലിയ ഗോസിപ്സ് ഒന്നുമല്ല. ഞങ്ങളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഗോസിപ്പൊന്നും ചെയ്യാറില്ല. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഈ പാർക്കിൽ എത്ര സമയം ഉണ്ടാവും അത്രയും സമയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ഇവന് പേര് മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് പേര് വിളിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടേ. അങ്ങനെ കുറച്ച് ടൈം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല, വല്ലപ്പോഴും ഒക്കെ ഇവന് ചില സമയത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കഴിക്കാൻ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ കാവ്യ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം.
ഇനി സമയവും ഇല്ല, അത് വേറെ കാര്യം. ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം, മോളെ കൊണ്ടുവരാൻ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഇപ്പം നടന്നിട്ട് വന്നതല്ലേ, ആദ്യം തന്നെ കൈയൊക്കെ നല്ല വൃത്തിക്കൊന്ന് കഴുകണമല്ലോ. വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ലഞ്ച് ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ലഞ്ച് കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കും മൂക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം. പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളത്തേക്കും കൂടി ആകും. അപ്പം ഞാൻ വിചാരിക്കുന്നത് നെല്ലിക്ക രസം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. കുറേ ആയി നമ്മളിവിടെ നെല്ലിക്ക രസം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നെല്ലിക്ക രസം ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കണം. നോക്കട്ടെ, ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം എനിക്ക് 1:30 മുന്നേ ചെയ്യാൻ വേണം. കാരണം മോളെ വിളിക്കാൻ പോകണം. അതൊരു 1:45 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ 1:30 ഒക്കെ ആകുമ്പോഴത്തേനും എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് റെഡി ആയിട്ട് വേണം പോകാൻ. അതിന് മുന്നേ ആയിട്ട് ചോറും കറിയൊക്കെ വെക്കണം. ഇപ്പം 11:45 ആയി. ഇപ്പം സമയം കളയുന്നില്ല, പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് കുക്കിംഗ് തുടങ്ങാം. അപ്പം നെല്ലിക്ക രസം ഉണ്ടാക്കാൻ ആദ്യം പരിപ്പ് വേവിച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ടേ രസം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് പരിപ്പ് അങ്ങ് വേവിച്ച് വെക്കട്ടെ. പരിപ്പ് വേവുന്ന സമയം കൊണ്ടേ ചോറിനുള്ളത് അങ്ങ് അടപ്പത്ത് വെച്ചേക്കാന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ആ ഒരു പണി കൂടി കഴിഞ്ഞോളുമല്ലോ. അപ്പോൾ ഒരു സൈഡ് പരിപ്പ് വേകട്ടെ, ആ സമയം കൊണ്ട് ചോറും ആയി കിട്ടിക്കോളും. അരി അടപ്പത്ത് വെച്ചു, പരിപ്പ് വേവിച്ചു. ഇനി രസത്തിനുള്ളതൊക്കെ അരിഞ്ഞു വെക്കട്ടെ. ഞാൻ രസത്തിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുമ്പ് ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആക്കേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിവിടെ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, പക്ഷേ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ രസം ഉണ്ടാക്കുന്നത് അതിലേക്ക് നെല്ലിക്ക ഇടുക. ഞാനിവിടെ കുറച്ച് അധികം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും അതേപോലെ നാളത്തേക്കുമുള്ള കറിയാണ്. അതായത് ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്കും നാളത്തേക്ക് ജിജുവേട്ടനുള്ള കറിയാണ് കേട്ടോ. അപ്പം ഞാൻ നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, തക്കാളി എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് രസം കുറച്ച് അധികം ഉണ്ടാക്കും. കാരണം രസം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. മോളടക്കം മോക്കും ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക രസം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം നെല്ലിക്ക എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം തക്കാളി, നെല്ലിക്ക, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ചധികം രസപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇത്ര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ട് പരിപ്പ് ചേർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ കടുക് കളിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എളുപ്പം ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നെല്ലിക്ക രസം. നിങ്ങൾ ഇതുവരെയായിട്ട് നെല്ലിക്ക രസം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചോളൂ. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ് കേട്ടോ. അപ്പം ഞാനിനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കുറച്ച് വാഴയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. പച്ചക്കായില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണേ. ഇന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പരിപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പരിപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. രസം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ട് താളിച്ചൊഴിക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള രസം. നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. എണ്ണ ചേർക്കുന്നില്ല. എണ്ണ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യാണ് ഒന്നും കൂടി ടേസ്റ്റ്.
കടുകും വറ്റൽമുളകും ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കരിവേപ്പില ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കര പൊടിയാണ് എൻ്റെ ഉള്ളത്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ നെല്ലിക്ക രസം റെഡിയായി, അതിന് കറി റെഡിയായി. ഇനി ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കി വെക്കട്ടെ. ചോറും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ. അടിപൊളി. അപ്പം ഇനി ഒരു സൈഡ് ഡിഷും കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ പച്ചക്കായ ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് നേരം ചൂടുവെള്ളം ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്രേ ഉള്ളൂ, വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഡീപ് ഫ്രൈ ഒന്നുമല്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കും, പിന്നെ ഇതിങ്ങോട്ട് ഇടും, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് വാഴയ്ക്ക ഫ്രൈയും പിന്നെ തലേദിവസത്തെ ഇത് വാഴപ്പിണ്ടി തോരൻ ഉണ്ടായിരുന്നു കേട്ടോ, അതും പിന്നെ രസം, ചോറ്, ഇത്രയും കൂട്ടി ചോറ് കഴിച്ചു. ഞാൻ കുറച്ച് ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മോളെ വിളിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ലേറ്റായിപ്പോയി, കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എങ്ങനെ ആയാലും ലേറ്റ് ആവും. നമ്മൾ എത്ര പ്രിപ്പയർ ആയിരുന്നാലും വീഡിയോ എടുത്ത് വരുമ്പോഴത്തേനും ലേറ്റ് ആവും കേട്ടോ. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തിയ ഉടനെ തന്നെ ബസ് കിട്ടി, അതുകൊണ്ട് ഓൺ ടൈം എത്താൻ പറ്റിയ. നോക്കിയപ്പോൾ ഒട്ടും തിരക്കില്ലാത്ത ബസ്സായിരുന്നു. പിന്നെ ഇവിടെ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾ ബസ് പ്രിഫർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് പൈസ എടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ആധാർ കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇവിടെ കർണാടക ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് എടുക്കണം, പേ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് ടിക്കറ്റ് തരും, പൈസ കൊടുക്കാതെ തന്നെ. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ, അറിയുന്നവർ ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്കൂളിലെത്തി, മോളെ പിക്ക് ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് ഒട്ടും തിരക്കില്ലാത്ത ബസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവളോട് കളിക്കാനൊക്കെ പറ്റി, അവളുടെ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. വീട്ടിലെത്തി ഉടനെ തുടങ്ങി എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ വേണം, ദാഹിക്കുന്നു, വിശക്കുന്നു എന്നുള്ള ആസ് യൂഷ്വൽ ഇവരുടെ പരാതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീട്ടിൽ 2-3 പഴം ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് പാലും ഓട്സും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഓട്സ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ, ഓട്സ് സ്മൂതി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് സ്മൂതി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് തനി മലയാളിയിലെ ഐശ്വര്യനെയാണ് കേട്ടോ. എന്തുകൊണ്ടെന്നറിയില്ല, ഓബ്വിയസ്ലി സ്മൂതി അംബാസഡറാണ്, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് പുള്ളിക്കാരിയെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരുടെ വ്ളോഗ്സ് ആവട്ടെ, വീഡിയോസ് ഒക്കെ ആവട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ജാറിലേക്ക് 2 പഴം ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓട്സും പാലും ഒഴിച്ചു കൊടുത്തു. സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്തേക്കുന്നത്. ഹണി ഇല്ലായിരുന്നു, ഹണി ഉണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്ക്, ഷുഗറിന് പകരം. ഷുഗറൊന്നും ചേർക്കത്തില്ല. അപ്പം ശർക്കര ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് രണ്ടിലും എന്താ പറയുക, ജാഗറിയും ഷുഗറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഷുഗർ ചേർക്കുന്നതിനെക്കാട്ടിലും ഒരു മനസ്സമാധാനം ഉണ്ടാവും ജാഗറി ചേർക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ സ്മൂതി ഉണ്ടാക്കി കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് ഇത്രയും തണുപ്പുള്ളൊരു സാധനം കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ വയറ് ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് ചില സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നടന്നിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ കുടിക്കുന്ന ഒരു സാധനമാണ്. ഇതാകുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ളായിക്കോളും, പെട്ടെന്നൊന്നും വിശക്കത്തില്ല. അപ്പോൾ അതെല്ലാം കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം എക്സാമിനുള്ളത് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു. അപ്പോഴേക്കും മോക്ക് ടേക്വോണ്ടോ ക്ലാസ്സിലേക്ക് പോകാൻ സമയമായി. അങ്ങനെ അവളെ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കുട്ടി പാർക്കുണ്ട്, കുട്ടിയല്ല അത്യാവശ്യം വലിയ പാർക്ക് തന്നെയാണ്, അവിടെ നടക്കാനായിട്ട് വന്നേ. സാധാരണ ടേക്വോണ്ടോ ക്ലാസ്സിൽ പോകുമ്പം അവളെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സമയം ഉണ്ടാവാറുണ്ട്. ഞാൻ ആ 1 മണിക്കൂർ ഇവിടെ നടക്കാൻ വരാറുണ്ട്. നടക്കുകയും ചെയ്യും, കുറച്ച് വർക്കൗട്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വർക്കൗട്ടാണ്, അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോഴൊക്കെ ഭയങ്കര മടിയുമായിരിക്കും. അങ്ങനെ 1 മണിക്കൂർ നടന്നതിന് ശേഷം അവളെ പിക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. ഒന്നെങ്കിൽ വ്ളോഗോ അല്ലെങ്കിൽ നമ്മുടെ ആസ് യൂഷ്വൽ ലഞ്ച് ബോക്സ് വീഡിയോസുമായിട്ടൊക്കെ കാണാം. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ.